ഒന്ന് ഐഫോൺ ഫോബിയസ് വരെ പോയിട്ട് വന്നാലോ? ഓക്കെ ഓക്കെ, എന്തിനാ പോകുന്നതെന്ന് പറഞ്ഞില്ല, ജസ്റ്റ് ഐഫോൺ ഫോബിയസ് എന്ന് പറഞ്ഞുള്ളൂ. സോ നമ്മുടെ ഫ്രണ്ട് KP, നമ്മുടെ മന്തി അയച്ച ഫ്രണ്ട്, ആ ഫ്രണ്ട്, സോ അവൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് ഐഫോൺ ഫോബിയസ് വരെ പോയിട്ട് അവന് പറ്റിയൊരു ഫോൺ, ഞാൻ താഴ്ന്നിരിക്കണം അവന് പറ്റിയൊരു ഫോൺ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ച്. സോ ആസ് ഓൾവേസ് നമ്മൾ പെർഫ്യൂം ഷോപ്പിൻ്റെ ഇത് കഴിഞ്ഞ പിന്നെ പെർഫ്യൂംസ് അടിച്ചു തുടങ്ങി. സോ ദിസ് ഇസ് വാട്ട് ഐ എം ട്രൈങ് റൈറ്റ് നൗ. കാണാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടാ. അൾട്രാമെയ്ഡ് എന്ന് പറഞ്ഞൊരു പെർഫ്യൂമിൻ്റെ ഒരു കോപ്പിയാണ് ഫ്രം ഫ്രേഗ്രൻസ് ഫാക്ടറി ഇറ്റ് സെൽഫ്. സോ ലെറ്റ്സ് ട്രൈ ഇറ്റ്. വെരി ഗുഡ്. ഓക്കെ, സോ ഐഫോൺ ഫോബിയസിലേക്ക് പോവാം. അവിടെ ഐഫോണിൻ്റെ റേറ്റ്സ് ഒക്കെ നോക്കാനാണ് മെയിൻലി പോകുന്നത്. ഫ്രണ്ട് സാംസങ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ആസ് ഓൾവേസ് സാംസങ് ഗ്രീൻ ലൈൻ ഇഷ്യൂ തന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സോ നമ്മൾ ആ ഗ്രീൻ ലൈൻ ഇഷ്യൂ മാറ്റാനായിട്ട് നോക്കി. സർവീസ് സെൻ്ററുകാർ നമ്മൾ ഓടിച്ചു വിട്ടു. ഇനിയിപ്പം ഫോൺ മാറ്റാതെ വേറെ വഴിയില്ല. അപ്പോൾ സാംസങ്ങിന് പകരം നമ്മൾ ഐഫോൺ ജസ്റ്റ് ഒന്ന് നോക്കാം എന്ന് കരുതി. ആൻഡ് കൊച്ചിയിൽ ഐഫോൺ എന്ന് പറഞ്ഞാൽ പിന്നെ ഐഫോൺ ഫോബിയസല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ഐഫോൺ ഫോബിയസ് വരെ പോയിട്ട് വരാം. മേടിക്കുമോ എന്ന് പറഞ്ഞുകൂടാ, ഒരു ഐഡിയ ഇല്ല. ജസ്റ്റ് നോക്കിയിട്ട് വരാം. റേറ്റ്സ് ഒക്കെ എങ്ങനെയുണ്ട്, അവിടുത്തെ ആൾക്കാരെങ്ങനെയുണ്ട്, ആൻഡ് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ആണല്ലോ. ഹലോ എന്താടാ 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 എന്താ പറഞ്ഞിരുന്നില്ല നീ? വ്ലോഗ് വെക്കാനോ? ഇന്നലെ അല്ലടാ, മറ്റേ ഇവിടെ പോയില്ല നമ്മള്, മന്തി കഴിക്കാൻ പോയെന്ന്. അത് ഇന്നലെ അല്ലല്ലോ. ആ ചെരുപ്പെടുക്കട്ടെ. അയ്യോ പോണേ. പോയത് പിടിച്ചല്ലോ. കണക്കെഴുതൽ നടക്കട്ടെ പോട്ടാ. ഇതൊന്ന് തലൂത്തിക്കണേ. ആ മോനെ എങ്ങനെയാ? ഏയ് രാത്രി ബ്ലോക്ക് ഉണ്ടാവില്ലല്ലോ. വണ്ടിക്ക് പോണെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ 100 വേണ്ട. 100 മിററും ഇല്ല, ഇൻഷുറൻസ് തീർന്നു. അതിപ്പോ വേഗം തീരുമാനിക്ക്. 2 പെട്രോൾ ഇല്ല. എന്നാ കാറിന് പോവാം. അമ്മ കാറിന് പോക്കോൾ. കാറിന് പോയിട്ട് വരാം. ഓക്കെ, ഞങ്ങൾ സ്കൂട്ടർ തന്നെ ആക്കി. ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും 500 രൂപയുടെ പെട്രോളാണോ 150 രൂപയുടെ സ്കൂട്ടർ അല്ലേ നല്ലത്? അതെ, സ്കൂട്ടറാണ്. അയ്യോ, ഇനി ഹെൽമെറ്റ് എടുക്കട്ടെ. ഓക്കെ, നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണാം. ഓക്കെ, ബൈ. മലയാളം ഓക്കെ, ഐഫോൺ ഫോബിയാസിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ KP നിന്റെ ഫോൺ കാണിച്ച് എന്താ സിറ്റുവേഷൻ കണ്ടു കൊടുക്കുക. സാംസങ്ങിൻ്റെ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഇതേ ഒരു സാധനം വന്ന് ഇങ്ങനെ കിടക്കണുണ്ടോ. ഈ സാധനം സർവീസ് സെൻറ്ററിൽ ചെന്നപ്പോഴാണ് അവന്മാർ ആട്ടി വിട്ടത്. അപ്പോൾ ഐഫോൺ ഫോബിയാസിൽ വന്നിട്ട് ഇതിൻ്റെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാനാണ് ഉദ്ദേശം. ഓ, നല്ല ക്രിസ്മസ് ഡെക്കോറൊക്കെ വെച്ച് വെറുതെ സൂപ്പർ ലുക്കായിട്ടുണ്ട്. കയറി വെക്കാം. റോട്ടൊക്കെ കിടന്ന് ഉറങ്ങണോ? ഹലോ, നമസ്കാരം. സുഖം. അന്നത്തെ വ്ളോഗില്ലേ, ഡെയിലി വ്ളോഗായി. ആ ഇപ്പോൾ 9 ദിവസമായി അടുപ്പിച്ച്. ഇപ്പം ഫ്രണ്ടിൻ്റെ സാംസങ്ങിൻ്റെ ഇത് ഒരു ഗ്രീൻ ലൈൻ വേണം. അപ്പോൾ അത് എക്സ്ചേഞ്ച് ചെയ്തിട്ടൊരു ഐഫോൺ S23 അവർ ചെറിയൊരു ഇതുണ്ട്. ഞാൻ നേരത്തെ പോയതാണ്. ഈ സൈഡിൽ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്, വീണിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ നേരത്തെ ഇതിൽ പോയത്. പിന്നെ വീണ്ടും ആട്ടോ പോയില്ല. അത് ഞാൻ മറ്റേ സ്കിൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇതാണോ? ഇതാണോ? ആ അതെ. അതുകൊണ്ടൊരു ഇതാക്കിയ ചെയ്യില്ല, അല്ലെങ്കിൽ ഫണ്ട് കൊടുക്കണം. പിന്നെ അത് പൊള്ളടിക്കാൻ പോയില്ല, ഞാൻ മാറ്റാൻ വെച്ച്. ഞാൻ ഇന്നൊന്നും മേടിക്കൂല.
9 സീരീസ് ഒന്നും വന്നിട്ടില്ല. 10 സീരീസ് വന്നിട്ടുണ്ടായി. 10 Pro സീരീസ് ഒരെണ്ണം വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പോ നത്തിങ്ങും ഒക്കെ തുടങ്ങി ഏതൊക്കെ ചെയ്യണ്ട? അപ്പൊ നത്തിങ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നുണ്ട്. നത്തിങ് 3 ഒക്കെ വന്നിട്ടുണ്ടായി. നത്തിങ് ഫോൺ 3 വന്നിട്ടുണ്ടായിരുന്നു. 50 ബഡ്ജറ്റ് അടുത്തുണ്ടായിരുന്നുള്ളൂ. ഓക്കെ. ഫസ്റ്റ് ആണ് ഇപ്പൊ വിവോയും സാംസങ്ങും. വിവോ, സാംസങ്, ആപ്പിൾ. ഓക്കെ. പിക്സല് ഞാൻ വിവോയുടെ കാര്യം അറിഞ്ഞില്ല കേട്ടോ. ആണല്ലേ? അവര് മേടിക്കണ്ടോ? ഇത് MRP റേറ്റ് ആണോ അതോ X300 Pro ആയിരിക്കണം? ആണല്ലേ? ആണല്ലേ? ഞാൻ ശരിക്കും നോക്കിയിരുന്നത് X200 Pro ഞാൻ കുറെ നോക്കിയതാ. പിന്നെ ഇറങ്ങിയപ്പോ 300 Pro കണ്ടപ്പോഴത്തേക്കും ചെറുതായിട്ടൊരു കളിച്ച പ്ലാൻ ചെയ്യാം. ആണല്ലേ? അതിന്റെ ക്യാമറ അതെ അത് വ്ളോഗ് ചെയ്യാൻ എങ്ങനെയായിരിക്കും അറിയോ? അവൻ ആണല്ലേ? എന്റെ ഫ്രണ്ട് എക്സിസ്റ്റ് എടുത്തിട്ട് അവന് സോഫ്റ്റ്വെയർ ഇഷ്യൂ വന്നു. അപ്പൊ അവനോട് വിവോ വേണോന്ന് ചോദിച്ചു. ആ സോഫ്റ്റ്വെയർ എന്തോ വലിയ പ്രശ്നമുണ്ട്. അവന്റെ ക്യാമറ ഇടക്കിടക്ക് ചെയ്യേണ്ടത്, പക്ഷെ എന്നാലും ഇടക്കിടക്ക് ബഗ് വരുന്നുണ്ട്. V60 അവന്റെ ക്യാമറ ഫ്രീസ് ആവണ്, ഹീറ്റ് ആവണ്, അങ്ങനെ കുറെ അറിയില്ല. ആണല്ലേ? അതാണ്. അപ്പൊ എന്തായി ഇത് തീർന്ന്. എന്റെ ഫോണിപ്പോ നല്ല ഹാങ് ആയിരുന്നു. ഞാനിപ്പോ ഒരു 50% യൂസ് ചെയ്യണുള്ളൂ. അപ്പൊ തന്നെ സാധനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുക. അയ്യോ അത് ഭയങ്കര സീനായിരുന്നു. ഇപ്പൊ ഇതിന്റെ പ്രശ്നം വെച്ചിട്ടുണ്ടല്ലേ, ലോ ലൈറ്റ് ഭയങ്കര ഷോക്കാണ്. ഗ്രെയിൻസ് ഇപ്പം ഇവന്റെ അനിയത്തി കഴിഞ്ഞ ദിവസം വ്ലോഗ് കണ്ടിട്ട് പറഞ്ഞു എന്നുവെച്ചാൽ നൈറ്റ് എടുക്കുമ്പോഴേ ഭയങ്കര വീഡിയോ ക്വാളിറ്റി ഷോക്കാണ്. 14 രണ്ടും ഒരേ ക്യാമറ ആണ്. അപ്പൊ ഞാനപ്പോ ഇത് DSLR എടുക്കുമ്പോ കുഴപ്പമില്ല, പക്ഷെ ഇതിലെടുക്കുമ്പോ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതിനോട് കുഴപ്പമില്ല. ഒന്നുമില്ല. ആണല്ലേ? 16 Proയിലോ 16 Pro Max അത് ബാറ്ററിയും സ്റ്റോറേജും അതിന് മാത്രമാണ് ഇത്. ഞാനിപ്പോ ഈ ഫോൺ വേറെ ഒന്നും യൂസ് ചെയ്യണല്ലോ, ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം. 16 Pro Max അല്ലേ? എൻ്റെ മനസ്സ് ഈ സാധനത്തിൽ ഇങ്ങനെ കയറി പിടിച്ചേക്കുവാണ്. X300 Pro ബൈ സൈസ്. ഈ സാധനം ഉണ്ടല്ലോ, ഈ ഫോണിനെ വെല്ലാൻ ഒരു ഫോൺ ഇറങ്ങിയിട്ടില്ല. ക്യാമറ ക്വാളിറ്റി ആണെങ്കിലും എന്ത് ക്വാളിറ്റി ആണെങ്കിലും, ലൈക്ക് വീഡിയോ, ഫോട്ടോ, എല്ലാ കാര്യത്തിലും ദിസ് ഇസ് ലൈക്ക് ടു ഗുഡ്. സോ ഇതിപ്പോൾ സ്റ്റോക്കിയോടെ iPhone 4 ഇരിപ്പുണ്ട് ഒരു 95 ആ റേഞ്ചിന്. സോ ഡെഫിനറ്റ്ലി കം ഹിയർ ആൻഡ് ചെക്ക് ദിസ് ഔട്ട്. ഇത് MRP എങ്ങാട്ടും ലൈക്ക് 5000 കുറവാണ്. സോ ഇറ്റ്സ് റിയലി അഫോർഡബിൾ. ബെസ്റ്റ് DSLR ലെവൽ. ഇപ്പോൾ ഷസാൻ പറയും DSLR ലെവലിലൊന്നും ഇല്ലെന്ന്, ബട്ട് ദിസ് ഇസ് DSLR ലെവൽ. സോ ഡെഫിനറ്റ്ലി ഗെറ്റ് ദിസ്. സോ യാ, ഞാൻ ഇവിടെ വെച്ചിട്ട് പോകും, അല്ലെങ്കിൽ അതെടുത്തിട്ട് പോകും. ഞാൻ എടുക്കാനേ പറയുള്ളൂ, നല്ല റേറ്റ് അത്. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ എടുത്തോ, എടുത്തോ. നല്ല ഫോണാണ്. 14 Pro നല്ല ഫോണാണ്. 14 വേറെ ലെവലാണ്.
ബ്രോ നാളത്തേക്ക് വരാം. നാളെ രാവിലെ ബ്രോ പോട്ടെ. ഓക്കെ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഒരു കിടിലൻ ഫോൺ കണ്ടിട്ടുണ്ട്. ഇനി അത് എടുക്കാൻ പറ്റുമോ നോക്കാം. എന്തുപറ്റി? ഇത് പിടി. അങ്ങനെ ഫോൺ കണ്ടെന്ന് തോന്നി? നല്ല ഫോൺ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എടുക്കാൻ ആഗ്രഹമുണ്ടോ അതോ? ആഗ്രഹം നല്ല രീതിക്ക് ഉണ്ട്. എന്നിട്ടൊന്നും എടുക്കാൻ ഞാനാടാ അംബാനിയാ. നീ പൈസ ഞാൻ ഇപ്പൊ എടുക്കും. വേണ്ടേ? ഞാൻ എടുത്തില്ല, എന്നിട്ടാണ് നീ. ഞാൻ അവിടെ 14 ഉപയോഗിച്ചോണ്ടിരിക്കുക. X300 Pro ഇരിക്കണത് എന്ത് രസമാണല്ലേ. നീ കണ്ടൂരില്ല ഫോൺ, എന്നിട്ടാണ് X300 Pro അത്ര അടിപൊളിയാ. അത് 95 എത്രയെന്ന്? 95 95 രൂപ. നിങ്ങൾ പോളി എന്നിട്ട് പറ. പോളിയാനാ നിങ്ങൾ? പോളി ചെയ്തതിന് നിങ്ങൾ മേടിക്കാനേ പറയുള്ളൂ. അതെ, അമ്മ നോ പറയണം, മേടിക്കാൻ പറയരുത്. അക്കോ ഇടിക്കാൻ പിടിച്ച് ചിരിക്കണൊക്കെ തേണ്ടി പട്ടി. വായിനി നമ്മളിങ്ങോട്ടാ. ഫുഡ് 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 ഓക്കെ. നമ്മൾ ഫുഡ് എന്ന് പറഞ്ഞ് ഇറങ്ങിയെങ്കിലും ഐഫോണിനെ പറഞ്ഞ് കൊതിപ്പിച്ച് അവനെ വേറൊരു സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ കലൂസിയിടത്തിലാണ്. ഐഫോൺ ഇവിടെ നിന്ന് എടുക്കുമെന്ന് നോക്കട്ടെ. അതെന്തായത് ഐഫോണിൻ്റെ ഒരു കടയിലോട്ടാണ് പോകുന്നത്. കുറച്ച് തിരക്കാണ്, എന്നാലും നോക്കാം ഇവിടെ എങ്ങനെ ഉണ്ടാവും. ഇതാണ് കട. ചുമ്മാ കയറി നോക്കാം എങ്ങനെയാവുന്നു. ഉദ്ദേശം നാളെ രാവിലെ ഐഫോൺ 14 ചിലപ്പോൾ പോയി എടുക്കുന്നതായിരിക്കും. അതിൻ്റെ അപ്ഡേറ്റ് നാളെ തരാം. ഇപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ ഇങ്ങനത്തെ ഡിസൈൻ നടക്കുമായിരിക്കും. ഇന്ന് ഐഫോൺ മെഡിക്കൽ നടന്നില്ല. സോ അണ്ടിൽ ദെൻ നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടി പിടിക്കാം. എന്നാൽ ഓക്കെ, ഞങ്ങൾ നാളെ കാണാം. ഓക്കെ, ബൈ.